ഇടുക്കി ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ BDJSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത വിശ്വനാഥൻ പ്രചാരണം ആരംഭിച്ചു. മണ്ഡലത്തിൽ സജീവമല്ലാതിരുന്ന മുൻ MLA ഇടത് സ്ഥാനാർത്ഥിയായതിനാൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് എന്ന് സംഗീത വിശ്വനാഥൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ കൂടെ ആയതിനാൽ തന്റെ വിജയം മലയോര മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നും സംഗീത വിശ്വനാഥ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 25 വർഷമായിട്ട് CPMന്റെ ഉറച്ച കോട്ടയായ ഉടുമ്പൻചോല അവിടേക്ക് NDA സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് BDJSന്റെ സംസ്ഥാന നേതൃത്വത്തിലടക്കമുള്ള സംഗീത വിശ്വനാഥാണ്. അപ്പോൾ ആദ്യമായിട്ടല്ല ഇടുക്കിയിൽ മത്സരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മൾ മത്സരിക്കാൻ പോകുന്നത് ഉടുമ്പൻചോല പോലെയുള്ളൊരു സീറ്റിലേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ആത്മവിശ്വാസം? ഉടുമ്പൻചോലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ പരിചിതമാണ്. കഴിഞ്ഞ തവണ പാർലമെൻറ്റ് മത്സരത്തിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാനിവിടെ എത്തിയിരുന്നു. അതുകൂടാതെ ഈയിടെയായിട്ട് ഞാൻ സ്പൈസസ് ബോർഡിൻ്റെ ചെയർപേഴ്സണുമായിട്ട് ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് ഉടുമ്പൻചോല എന്ന് പറയുന്നത് ഏല കർഷകരുടെ ഒരു നാട് കൂടിയാണ്. അപ്പോൾ കർഷകരുടെ വിവിധ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഇടപഴകിയത് അവർക്കെല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കൂടുതൽ ഫീൽഡ് വിസിറ്റുകൾ നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് കർഷകരും അതുപോലെ തന്നെ ട്രേഡേഴ്സിനും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നിൽ ഒരു വിശ്വാസമുണ്ട്. 25 വർഷമായിട്ട് CPMന്റെ കോട്ടയാണ്. അതിൽ 15 വർഷത്തോളം ഇരുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നത്, KK ജയചന്ദ്രൻ മാഷ്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിനെ നേരിടാനുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലവും ഒക്കെ ഇന്ന് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കഴിഞ്ഞു. ഇനിയുള്ള നാളുകൾ വികസനമാണ് ആവശ്യമെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രാഷ്ട്രീയത്തെ ഇന്ന് ജനങ്ങൾ സ്നേഹിക്കുന്നു. അപ്പം ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് 15 വർഷത്തിലിരുന്ന് അവർക്ക് യാതൊരു ഗുണവും അനുഭവിക്കാൻ സാധിക്കാത്ത ഭരണം നിർവഹിച്ച ഒരാൾ വേണോ, അതോ ഭാരതത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് നെറുകിലെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളെ ഈ ഉടുമ്പൻചോലയിൽ വേണമോ എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളാണ്. അത് അവർ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ കുറേ വർഷമായിട്ട് പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കി കേന്ദ്രീകരിച്ചാണ്. ഇവിടെ ഉള്ള അല്ലെങ്കിലും ഇവിടം കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർക്കിടയിലോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലോ പുറത്തുനിന്ന് വന്ന ഒരാളെ എന്നൊരു ഭീതി ലഭിക്കുന്നുണ്ടോ? അതോ എങ്ങനെയാണ് ആളുകളൊക്കെ നമ്മളെ സ്വീകരിക്കുന്നത്? എങ്ങനെയാണ്? ഒരിക്കലുമില്ല. ഇപ്പം ഞാൻ ഇടുക്കിക്കാരിയായി ഓൾറെഡി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രവർത്തിച്ചത് മറ്റുള്ളവർ ഇന്ന് വീക്ഷിക്കുന്നുണ്ട്, അവർക്ക് അത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ അവസരങ്ങളിൽ ഒരു പൂർണ്ണമായും എനിക്ക് നീതി പുലർത്താനായിട്ട് ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളെ എനിക്ക് ഒരു നല്ലൊരു വിശ്വാസവും തരുന്നുണ്ട്, ആത്മവിശ്വാസം അത് എനിക്ക് തരുന്നുണ്ട്. ഉടുമ്പൻചോല MLA ആവുകയാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? ഒട്ടനവധി കാര്യങ്ങൾ ഉടുമ്പൻചോലയെ കർഷകരെ സംബന്ധിച്ചിടത്തോളം സ്പൈസസ് ബോർഡിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണ് ഇന്നും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ വളരെയധികം സഹായിക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സാധിക്കും. ഒരു വലിയ സാധ്യതയാണ് ഉടുമ്പൻചോലയിൽ ഉള്ളത്. ശക്തമായ പ്രചരണത്തിന് ഇറങ്ങുകയാണ്. എന്താകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.